ഇതാണ് ഒരു മലയാള സിനിമയുടെ വിജയം. കളക്ഷനിൽ ഒന്നാമനായി നിൽക്കുകയാണ് എമ്പുരാൻ. മലയാള സിനിമയുടെ സകല റെക്കോർഡുകളും തിരുത്തിക്കുറിച്ച ചിത്രമാണ് എമ്പുരാൻ. മാർച്ച് 27 റിലീസ് ചെയ്ത സിനിമ മലയാളത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് സ്വന്തം പേരിലാക്കി മുന്നേറുന്നത്. മികച്ച പ്രതികരണം നേടിയ സിനിമ വിഷു റിലീസുകൾക്കിടയിലും തിയേറ്ററിൽ മത്സരം നടത്തി മുന്നേറുകയാണ്. 325 കോടിയാണ് എമ്പുരാന്റെ ആഗോള ബിസിനസ് നേട്ടം. ഇതിൽ തിയേറ്ററിൽ നിന്നുള്ള കളക്ഷനും സിനിമയുടെ മറ്റ് ബിസിനസ് റൈറ്റ്സുകളും ഉൾപ്പെടും. മലയാള സിനിമയുടെ ആദ്യ 300 കോടി നേട്ടം കൂടിയാണ് ഇതോടെ എമ്പുരാൻ സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും വലിയ കളക്ഷൻ എന്ന നേട്ടത്തിന് ഉടമ നിലവിൽ എമ്പുരാൻ എന്ന ചിത്രം തന്നെയാണ്. ഒരു സംശയവും ഇതിനില്ല. ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ആദ്യമായി 250 കോടി ക്ലബിൽ ഇടം പിടിച്ച ചിത്രവും എമ്പുരാൻ തന്നെയാണ്. ബോക്സ് ഓഫീസിൽ ഒട്ടനവധി മറ്റു റെക്കോർഡുകളും ചിത്രം സ്വന്തമാക്കിയാണ് മുന്നേറുന്നത്. അതായത് നിരവധി മാർക്കറ്റുകളിൽ മലയാള സിനിമ ഇതുവരെ നേടിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കളക്ഷനാണ് ഈ മോഹൻലാൽ ചിത്രം സ്വന്തം പേരിൽ ആക്കിയിരിക്കുന്നത്. ഇപ്പോഴിതാ ഒരു വിദേശ മാർക്കറ്റിലെ സമീപകാല ചിത്രങ്ങളുടെ കളക്ഷനുമായുള്ള എമ്പുരാന്റെ താരതമ്യം സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ്. നോർത്ത് അമേരിക്കയിലെ കളക്ഷൻ കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇവിടെ കണക്കുകൾ പ്രകാരം പറയുന്നത് മലയാളത്തിന്റേത് മാത്രമല്ല, സമീപകാല ഇന്ത്യൻ സിനിമയിൽ തന്നെ നോർത്ത് അമേരിക്കൻ കളക്ഷനിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് എമ്പുരാനാണ്. $27 ലക്ഷം എമ്പുരാന്റെ നോർത്ത് അമേരിക്കൻ കളക്ഷൻ. സൽമാൻ ഖാന്റെ ബോളിവുഡ് ചിത്രം സിക്കന്ദർ $16 ലക്ഷം നേടിയതെങ്കിൽ അജിത് കുമാറിന്റെ ഗുഡ് ബൈ ഡഗ്ലി നേടിയത് $12 ലക്ഷം മാത്രമാണ്. സണ്ണി ഡിയോളിന്റെ ജാഡ് $5 ലക്ഷം, നസ്ലിന്റെ ആലപ്പുഴ ജിംഖാന $1 ലക്ഷം നേടി. മമ്മൂക്കിയുടെ ബസൂക്ക നോർത്ത് അമേരിക്കയിൽ നിന്ന് ഇതുവരെ നേടിയിരിക്കുന്നത് $31,783 മാത്രമാണ്. അതേസമയം ആഗോള ബോക്സ് ഓഫീസ് ആകെ നോക്കിയാലും മറ്റു 3 ചിത്രങ്ങളെക്കാൾ കളക്ഷൻ നേടിയിരിക്കുന്നത് എമ്പുരാൻ തന്നെയാണ്. ഗുഡ് ബൈ ഡഗ്ലിക്ക് മാത്രമാണ് അക്കൂട്ടത്തിൽ 200 കോടി ക്ലബിൽ ഇടം പിടിച്ച മറ്റൊരു ചിത്രം. ഇതോടുകൂടി തന്നെ വിദേശ ബോക്സ് ഓഫീസിൽ ഞെട്ടിച്ചിരിക്കുകയാണ് എമ്പുരാൻ. പ്രീ ബുക്കിംഗിൽ തന്നെ വൻ പ്രതികരണം നേടിയ ചിത്രം റിലീസ് ചെയ്യപ്പെട്ട എല്ലാ മാർക്കറ്റുകളിലും വലിയ കുതിപ്പാണ് ആദ്യവാരം മുതൽ നടത്തി മുന്നേറുന്നത്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.